ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ സ്വയം പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ എന്തിനു ജനിച്ചു? നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? തുടങ്ങി പലതും നമ്മൾ ചോദിക്കാറുണ്ട്. പല പരീക്ഷണങ്ങളിലൂടെ പോകുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാകും, നമ്മൾ എന്തിനാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നത്? വൈ വി ഷുഡ് ഒബേ അല്ലാഹ്? ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ എന്താണെന്നറിയോ? അറിയാതെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ അടുത്തു നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ വെളിച്ചമുണ്ടാകും. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. നമ്മൾ ഒരു ചെറിയ മൊബൈൽ വാങ്ങുമ്പോൾ കമ്പനി നൽകുന്ന മാനുവൽ വായിക്കാതെ ഉപയോഗിക്കില്ല, ശരിയല്ലേ? അതുപോലെ നമ്മെ സൃഷ്ടിച്ച അള്ളാഹു നമ്മുടെ ജീവിതത്തിനുള്ള മാനുവൽ നൽകിയിട്ടുണ്ട്. ആ മാനുവൽ ഖുർആനാകുന്നു. നമ്മെ സൃഷ്ടിച്ചത് ആരെന്ന് ഓർക്കുമ്പോൾ അനുസരിക്കേണ്ടത് ആരെയെന്ന് വ്യക്തമാണ്. മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുകൊണ്ട് അവരെ അനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ അതിലും കൂടുതലായി നമുക്ക് ജീവൻ തന്നത്, വായു തന്നത്, ഹൃദയമിടിപ്പ് തന്നത് അള്ളാഹുവാണ്. അള്ളാഹു വ്യക്തമാക്കുന്നു, ഞാൻ മനുഷ്യരെയും ജിന്നിനെയും എന്നെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. ഈ ലോകം ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫ് മിഷൻ. ഒരു കുട്ടി സ്കൂളിൽ ചെന്ന് പഠിക്കാതെ നടന്നാൽ പരീക്ഷയിൽ വിജയിക്കൂ? ഒരിക്കലുമില്ല. അതുപോലെ ജീവിതത്തിൽ നമ്മുടെ പർപ്പസ് മറന്നാൽ പരലോക വിജയം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ഒരു നിയമങ്ങളും നമുക്ക് ഭാരമല്ല. ഓരോ നിയമങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് തന്നെ അനുഭവിച്ചറിയാം. ഒന്ന് ചിന്തിക്കൂ, 5 നേരം നമസ്കരിച്ചാൽ നമ്മൾ എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകും. സകാത്ത് ചെയ്താൽ സമൂഹത്തിൽ കരുണയും സമത്വവും വളരുക തന്നെ ചെയ്യും. നോമ്പ് നമ്മെ ക്ഷമയിലും നിയന്ത്രണത്തിലും വളർത്തുന്നു. ഹറാം കാര്യങ്ങളിൽ വിലക്ക്, അത് നമ്മെ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരമ്മ കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടമാവില്ല, പക്ഷെ അത് കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ നമ്മെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുന്ന മരുന്നാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ലോകം എത്ര വലുതാണെങ്കിലും അത് താൽക്കാലികമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖം. പക്ഷെ പരലോക വിജയം നമുക്ക് ലഭിച്ചാൽ അവിടെ ദുഃഖം എന്തെന്ന് പോലും നമുക്കറിയില്ല. ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കുന്നവർക്ക് സ്വർഗമാണ് പ്രതിഫലം, അനുസരിക്കാത്തവർക്ക് നരകവും. സ്വർഗത്തിൽ ദുഃഖമില്ല, രോഗമില്ല, മരണമില്ല. അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നത് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം. ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ വ്യക്തമാക്കുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കും. ഒരു മനുഷ്യന് പണം, അധികാരം, സൗകര്യം എല്ലാം ഉണ്ടായാലും അള്ളാഹുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് എവിടെ നിന്ന് സമാധാനം കിട്ടും? എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ഏത് പ്രയാസത്തിലും ഏത് ബുദ്ധിമുട്ടിലും അവർ പറയും, ഹസ്ബി അള്ളാഹു, എനിക്ക് അള്ളാഹു മതിയാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലർ ചോദിക്കും, അള്ളാഹു ഇല്ലെങ്കിൽ? ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു വലിയ കൊട്ടാരം കണ്ടാൽ ഇത് സ്വയം ഉണ്ടായി എന്ന് ആരെങ്കിലും പറയോ? അങ്ങനെയെങ്കിൽ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, ഇത്രയും വലിയ സൃഷ്ടി സ്വയം ഉണ്ടായി എന്ന് പറയുന്നത് യുക്തിക്ക് വിരുദ്ധമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കാതെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. നമ്മളെല്ലാം അനുഭവിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ നന്മക്കുള്ള വഴിയാണ്, പരലോക വിജയം ഉറപ്പാണ്, സമാധാനത്തിനുള്ള വഴിയാണ്. അള്ളാഹുവിനെ അനുസരിക്കുക. ഇരുലോക വിജയത്തിൻ്റെയും രഹസ്യം ഇതുമാത്രമാണ്.